Hi guys, welcome back to Edgeboard. Once again, it's me, Salsabin. Okay, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം തന്നെയാണ് എൻ്റെ കയ്യിൽ ഇന്നുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ മക്കളെ, നിങ്ങളൊരു കാര്യം മാത്രമേ ചെയ്യേണ്ടുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ മാക്സിമം വീഡിയോസ് നമ്മുടെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് +1 മാക്സിമം മാർക്ക് നമുക്കറിയാം എത്രയാണ്? 80 എത്രയാണ്? 80 മാർക്കാണല്ലേ. ഈ മാർക്ക് സ്കോർ ചെയ്യണം അല്ലെങ്കിൽ ഫുൾ മാർക്ക് അടിക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടത് സാധിക്കും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. പക്ഷെ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, പഠിക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി എന്ത് കിട്ടിക്കഴിഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ലോകത്തുള്ള എല്ലാ കണ്ടന്റും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടും നിങ്ങൾ തീരുമാനിക്കാതെ ഒരിക്കലും അതിൽ മാറ്റം വരാൻ പോകുന്നില്ല. അപ്പോൾ ഗായ്സ്, ആ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യം എന്താ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓണ പരീക്ഷ 2024 ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ 3rd ചാപ്റ്റർ അല്ലേ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 3rd ചാപ്റ്ററാണ്. ഈ പറഞ്ഞിരിക്കുന്ന 3rd യൂണിറ്റിൽ നിന്നും പരീക്ഷയ്ക്ക്, ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും മോഡൽ എക്സാമിനും ഈവൻ പബ്ലിക് എക്സാമിനും വരെ ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ചോദ്യം നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ. ഈ ഡിഫറൻഷിയേറ്റ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും എന്തായത് ടെൻഷൻ ആവട്ടോ. ഡിഫറൻഷിയേറ്റ് പറഞ്ഞാൽ ഡിസ്റ്റിങ്ഷോ ഡിഫറൻഷിയേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വ്യത്യാസം കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 ആൾക്കാർ, ഓക്കെ, ഇയാളുടെ പേര് രാജൻ, എന്താണ് രാജൻ, ഓക്കെ, രാജൻ എന്നാണ്. അടുത്തയാൾ, ഇയാളുടെ പേര് ഗോപാലൻ എന്നാണ്. ആരാണ്? ഗോപാലൻ. ഓക്കെ, എൻ്റെ നാട്ടിലുള്ള 2 തൊട്ടടുത്തുള്ള കച്ചവടക്കാരുണ്ട്, അതുകൊണ്ടാണ് അവരുടെ പേര് പറഞ്ഞത്. അപ്പോൾ രാജനും ഗോപാലനും ഇവർ 2 പേരും ഡിഫറൻ്റ് ആണ്. എന്താ കാരണം? ഈ പറഞ്ഞ രാജൻ പലചരക്ക് കച്ചവടം നടത്തുന്ന സമയത്ത് ഗോപാലൻ എന്തായിരുന്നു? ചായ കച്ചവടം നടത്തുന്നത്. അപ്പോൾ എന്താണ് സംഭവം? രാജേട്ടനും ഗോപാലേട്ടനും എന്താ പറയുക, പരസ്പരം കച്ചവടം നടത്തുന്നുണ്ടെങ്കിലും അവർ ഡിഫറൻ്റ് ആണല്ലേ. അതുപോലെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യം. ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ രണ്ടും എന്താണ്? വേരിയബിൾസ് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ടുപേരും കച്ചവടക്കാർ തന്നെയാണ്. രാജൻ എന്ന് പറഞ്ഞാൽ ഈ രാജേട്ടൻ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നു? പലചരക്ക് കച്ചവടം നടത്തുന്നു. ഗോപാലൻ എന്ന് പറഞ്ഞാൽ ഈ ഗോപാലേട്ടൻ എന്ത് ചെയ്യുന്നു? ചായ കച്ചവടം നടത്തുന്നത്. 2 പേരും കച്ചവടം നടത്തുന്നത്. അതുപോലെ വേരിയബിൾസ്, ഓക്കെ, രണ്ടും വേരിയബിൾസ് തന്നെയാണ്. പക്ഷേ ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട്. ആരൊക്കെയാണ്? ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. ഓക്കെ, ഡിസ്ക്രീറ്റിൻ്റെയും കണ്ടിന്യൂസിൻ്റെയും മലയാളം എന്താ? അതൊന്ന് മനസ്സിലായിക്കോളൂ. ഡിസ്ക്രീറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് അസന്ധത. എന്താണ്? അസന്ധത എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ മലയാളം കേട്ടോ. അസന്ധത ദത്തങ്ങൾ എന്ന് പറയും, അസന്ധത വേരിയബിൾസ് അല്ലെങ്കിൽ അസന്ധത ചരങ്ങൾ എന്ന് പറയുന്നു. കണ്ടിന്യൂസിൻ്റെ മലയാളം എന്ന് പറയുന്നത് വേറെ ഇതല്ല, സന്തത ചരങ്ങൾ. ഏതാണ്? സന്തത ചരങ്ങൾ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അസന്തത ചരങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്ന പരീക്ഷയ്ക്ക്. ഇതൊരു 3 മാർക്കിനെങ്കിലും അല്ലെങ്കിൽ 2 മാർക്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ചോദ്യത്തിന് നമ്മൾ എഴുതേണ്ട കാര്യം ആദ്യം ഡിസ്ക്രീറ്റ് എന്താണെന്നും കണ്ടിന്യൂസ് എന്താണെന്നും നമുക്കറിയണം അല്ലേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കോളൂ. ഈ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ ടേക്സ് സ്പെസിഫൈഡ് വാല്യൂസ് ഓൺലി. എന്താണ്? പ്രത്യേകം വാല്യൂസ് മാത്രം ഉണ്ടാവും അത് അല്ലേ. സ്പെസിഫൈഡ് വാല്യൂസ് ഓൺലി എന്ന് പറഞ്ഞത്. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ ഫാമിലി, ദ നമ്പർ ഓഫ് ബുക്സ് ഇൻ എ ലൈബ്രറി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലൈബ്രറി നോക്കി, എ ലൈബ്രറി എന്ന് പറഞ്ഞല്ലേ, എ ഫാമിലി എന്ന് പറയും. ഒരു കുടുംബത്തിലെ ആൾക്കാരുടെ എണ്ണം 5, ഒരു ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ എണ്ണം 10,000 അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ എണ്ണമാണ് 10,000, ഒരു കുടുംബത്തിലെ ആൾക്കാരുടെ എണ്ണമാണ് 5 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? കൃത്യമായ സംഖ്യകൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും സാറേ ഇത് മാത്രമേ വരുള്ളൂ, റൂട്ട് നമ്പേഴ്സ് വരില്ല. റൂട്ട് നമ്പേഴ്സ് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൂട്ട് 2 എന്ന് പറയാം. നമുക്കറിയാം എത്ര അതിൻ്റെ വാല്യൂ 1.41 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ, റൂട്ട് 2. പക്ഷെ എന്താണ്? അതൊരു സ്പെസിഫൈഡ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് അസന്ധത ചരങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെന്തായിരിക്കും? കൃത്യമായ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3.6, അതേപോലെ 4, ദെൻ 9, പിന്നെ എന്ത് വരും? റൂട്ട് 5, പിന്നെ അതേപോലെ എന്ത് വരാം? 7.8. ഇതൊക്കെ എന്താണ്? സ്പെസിഫൈഡ് വാല്യൂസാണ്. കാരണം എന്താണ്? കൃത്യമായ സംഖ്യകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഓക്കെ, അങ്ങനെ കൃത്യമായ സംഖ്യകൾ മാത്രമല്ല കൃത്യമായ നമ്പർ പറയുന്നതിനാണ് എന്ത് പറയുക? ഡിസ്ക്രീറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതിന് വേറെ സൂചി പഠിച്ചു വെക്കാൻ ഏറ്റവും എളുപ്പമുണ്ട്, അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇനി നോക്കിക്കോളൂ, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ടേക്സ് എനി വാല്യൂ. എന്താ പറയുക? ഏത് സംഖ്യ വേണമെങ്കിലും ആവാം, ഏത് സംഖ്യ ആവാം വിത്തിൻ എ ഡിഫൈൻഡ് റേഞ്ച്. ഒരു റേഞ്ച് എന്ന് പറയുന്നത്, ഈ റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു പരിധി വെക്കുക അല്ലേ, ഇവിടെ മുതൽ അവിടെ വരെ. ഇപ്പം നമുക്കറിയാം ഓട്ട മത്സരത്തിൽ നമുക്കറിയാം 100 മീറ്റർ ഓട്ട മത്സരം ഇപ്പോൾ സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ, സ്പ്രിൻറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് ഡിസ്റ്റൻസ് എത്രയാണ്? 100 മീറ്റർ ആണ്. നിങ്ങൾക്കറിയാം ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും അല്ലേ. സ്റ്റാർട്ടിംഗ് പോയിന്റ് എല്ലാവരും സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ വെച്ചിട്ട് വെടിപൊട്ടിക്കുന്ന സമയത്ത്, ഐ മീൻ ഗൺ ഫയർ അല്ലെങ്കിൽ എന്ത് ചെയ്യും, വിസിൽ അടിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഓടി തുടങ്ങും. അങ്ങനെ ഓടി തുടങ്ങി അവസാനം എന്ത് ചെയ്യും? ഇവിടെ എൻഡ് ഉണ്ട് അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? എൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, ഫിനിഷിംഗ് ലൈൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഫിനിഷ് ഉണ്ടാവും, എൻഡും ഉണ്ടാവും. ഈ പറഞ്ഞ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടം വരെ ഓടിയെത്തുന്ന ആളാണ് ജയിക്കുക അല്ലേ. അല്ലാതെ ഇവിടം വരെ ഓടിയപ്പോൾ ഓക്കെ ഫസ്റ്റത്തെ ഒരാളെന്തായിരുന്നു? ഈ പകുതി ദൂരം ഓടിയപ്പോൾ അയാളായിരുന്നു മുമ്പിൽ, അപ്പോൾ അയാൾ ജയിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? ഈ ഫിനിഷിംഗ് ലൈന് കടക്കണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ
നമ്മൾ അയാളെ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുള്ളൂ. അപ്പോൾ എന്താ കാരണം? ഈ പറഞ്ഞ സ്റ്റാർട്ടിങ് മുതൽ ഫിനിഷ് വരെ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരുപാട് ദൂരമുണ്ട് അല്ലേ? 10 മീറ്റർ, 11 മീറ്റർ, 20 മീറ്റർ, 25 മീറ്റർ, 30 മീറ്റർ, 99 മീറ്റർ വരെയുണ്ട്. 100 മീറ്ററും ഇതിൻ്റെ ഉള്ളിലാണ് പെടുന്നത്. അതുപോലെ കൃത്യമായ ഒരു റേഞ്ച്. ഓക്കെ, ഇത്ര മുതൽ ഇത്ര വരെ. ഇവിടെ 0 മീറ്റർ മുതൽ 100 മീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ ഒരു കൃത്യമായ റേഞ്ചിനുള്ളിൽ വരുന്ന ഏതൊരു സംഖ്യ നമുക്ക് എന്ത് പറയാം? ഈ പറഞ്ഞ കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസ്സിലെ കുട്ടികളുടെ പ്രായത്തിന് കണക്കാക്കാണ് 15 വയസ്സ് മുതൽ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പ്രായം 15 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നു. അതിനർത്ഥം എന്താണ്? 15 വയസ്സുള്ളവർ അതിൽ പെടും, 16 വയസ്സുള്ളവർ അതിൽ പെടും, 17 വയസ്സുള്ളവർ അതിൽ പെടും, 18 അതിൽ പെടും. ഇനി 18 പെടുമോ ഇല്ല നമ്മളെങ്ങനെ നോക്കുക? അതിന് നമ്മൾ വേറെ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്, ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ 15, 16, 17, 18 ഈ പറയുന്ന 4 പ്രായക്കാരും ഈ ഗ്രൂപ്പിൽ തൽക്കാലം നമുക്ക് ഉൾപ്പെടുത്താം. കാരണം എന്താണ്? ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു കൃത്യമായ റേഞ്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ റേഞ്ചിൻ്റെ ബേസിൽ നമ്മളൊരു കൃത്യമായ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് പോലെ, അല്ലെങ്കിൽ ഒരു ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും വെച്ചിട്ട് പറയുകയാണെങ്കിൽ അതിനെയാണെന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് വാല്യൂ എന്ന് പറഞ്ഞത്. അതിലേത് സംഖ്യ വേണമെങ്കിൽ നമുക്കാവാം. ഓക്കെ, ഇതിനുള്ളിൽ 15.5 വരാം, 16.4 വരാം, ഏത് സംഖ്യ വരാം. അങ്ങനെ ഏത് സംഖ്യയും വരാൻ പറ്റുന്നതിന് എന്ത് പറയുന്നത്? കണ്ടിന്യൂസ്, അല്ലെങ്കിൽ എന്ത് പറയുന്നു? ഈ പറഞ്ഞിരിക്കുന്ന സന്തത ചരങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മലയാളം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തുക്കാം പഠിക്കാൻ ഏറ്റവും എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ചരങ്ങൾ നിർദ്ദിഷ്ട മൂല്യങ്ങൾ മാത്രം എടുക്കുന്നതിനാണ് അസന്തത ചരങ്ങൾ എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിലെ നോക്കി, ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം, ഒരു ലൈബ്രറിയിലെ പുസ്തകങ്ങളുടെ എണ്ണം തുടങ്ങിയതൊക്കെ എന്താണ്? ഇതിന് എക്സാമ്പിൾ ആണല്ലേ. ഇനി സന്തത ചരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർവചിക്കപ്പെട്ട മൂല്യങ്ങളുടെ പരിധിക്കുള്ളിൽ എന്താണ്? ഒരു പരിധിക്കുള്ളിൽ എന്തായിരിക്കും അതിൻ്റെ ഏത് മൂല്യം നമുക്ക് എടുക്കാം. ഓക്കെ, അതിനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം കൊടുത്തിട്ട് ഏത് 2 മൂല്യങ്ങൾക്കിടയിലും ഇതിൽ അനന്തമായ നിരവധി മൂല്യങ്ങൾ എടുക്കാം. ഉദാഹരണം ഉയരം അല്ലേ? ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ആൾക്കാരുടെ ഉയരം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഒരാളുടെ ഹൈറ്റ് നമ്മൾ പറയുന്നു 155 മുതൽ കേട്ടോ പറയുന്നത്, 155 സെൻറ്റിമീറ്റർ മുതൽ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് 185 സെൻറ്റിമീറ്റർ വരെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആളുടെ ഹൈറ്റ് മേ ബി എന്താവാം? ഒന്നാമത്തെ ആളുടെ ഹൈറ്റ് 155 സെൻറ്റിമീറ്റർ ആവാം. അതിനർത്ഥം എല്ലാവർക്കും 155 ആവുന്നതാണോ? അല്ല, അടുത്ത ആൾ എന്താവാം? 155.6 സെൻറ്റിമീറ്റർ ആവാം. അടുത്തയാൾ 156.6 സെൻറ്റിമീറ്റർ ആവാം. അടുത്തയാൾ വീണ്ടും 156.4 സെൻറ്റിമീറ്റർ ആവാം. അങ്ങനെ ഏത് നമ്പർ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്? ഈ പറഞ്ഞ 155 മുതൽ 185 വരെയുള്ളതിൽ ഏത് നമ്പറും ഇതിൻ്റെ ഇടയിൽ വരാം. അതാണ് നമ്മളോട് പറഞ്ഞ ഉയരം അല്ലേ? ഇനി ഭാരവും അതുപോലെയല്ലേ നമ്മുടെ ഓരോരുത്തരുടെ വെയിറ്റ് അല്ലേ? നമ്മൾ പറയുന്നത് നമ്മുടെ വെയിറ്റ് എത്രയാണ്? 64, 62, 63. പക്ഷേ സൂക്ഷ്മതയോടെ നോക്കി കഴിഞ്ഞാൽ ഒരാളുടെ വെയിറ്റ് ചിലപ്പോൾ 62,200 ആയിരിക്കും, അടുത്തയാളുടെ വെയിറ്റ് 62,500 ആയിരിക്കും. എന്താ കാരണം? ആ പോയിന്റ് വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? അതുവരെ നമുക്ക് അവിടെ സൂചിപ്പിക്കാം, ഈ പറഞ്ഞ സന്തത ചരങ്ങൾ സൂചിപ്പിക്കാം. അതുപോലെ സമയം, ഈ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ വർഷങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1990 മുതൽ 95 വരെ, 95 മുതൽ 2000 വരെ, 2000 മുതൽ 2005 വരെ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ആ വർഷങ്ങളിൽ ജനിച്ച ആൾക്കാരെ മാത്രമേ നമ്മളവിടെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ കൃത്യമായ 2 അറ്റങ്ങൾക്കിടയിൽ എന്താ പറഞ്ഞത്? 2 അറ്റങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ ഒരറ്റത്തുനിന്നും ഈ ഒരറ്റത്തിൻ്റെ ഇടയിൽ വരുന്ന ഏത് നമ്പറും നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂസിലാണെന്ന് പറയാം അല്ലേ? ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇത് പഠിക്കാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗ്ഗം, നമുക്ക് പരീക്ഷയ്ക്ക് തന്നിരിക്കുന്ന ഡാറ്റ കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഡാറ്റ ഡിസ്ക്രീറ്റ് ആണ് എങ്കിൽ, നമുക്ക് തന്നിരിക്കുന്നത് അസന്തത ചരങ്ങളാണ് എങ്കിൽ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് തന്നിരിക്കുന്നത് വേരിയബിൾസ് എന്തായിരിക്കും? എക്സും പ്ലസ് ഫ്രീക്വൻസി ആയിരിക്കും. എന്തായിരിക്കും ഉണ്ടാവുക? ഫ്രീക്വൻസി പ്ലസ് വേരിയബിൾസ് മാത്രമാണ് വരുന്നെങ്കിൽ അത് ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഒരു ഉദാഹരണം പറയാണ്, ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷ കിട്ടിയ മാർക്ക് അല്ലെങ്കിൽ അവരുടെ പ്രായം എന്തുവാണെങ്കിൽ കൂടെ ഇങ്ങനെ എക്സ് വേരിയബിൾ വരാം, അവരുടെ എണ്ണവും വരാം അല്ലേ? ഇനി കണ്ടിന്യൂസിലാണ് വരുന്നെങ്കിൽ എന്തായിരിക്കും? കണ്ടിന്യൂസിലാണ് വരുന്നെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതിൻ്റെ പാറ്റേൺ ഒന്ന് മാറും. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസിൻ്റെ സ്പെല്ലിങ് തെറ്റിക്കരുതിട്ടുള്ള, കണ്ടിന്യൂസിൻ്റെ പാറ്റേൺ ആകുമ്പോൾ ഒരു മാറ്റം വരും. എന്തായിരിക്കും? നമുക്കവിടെ ഒരു ക്ലാസ്സും വരും, പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഫ്രീക്വൻസിയും വരും അല്ലേ? അപ്പോൾ ക്ലാസ് പ്ലസ് ഫ്രീക്വൻസി വരികയാണെങ്കിൽ, ക്ലാസ് പ്ലസ് ഫ്രീക്വൻസി വരികയാണെന്ന് പറയാൻ അതിനർത്ഥം തന്നെ, ഇപ്പോൾ ഒരു ഉദാഹരണം 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? വരാം. ഫ്രീക്വൻസി എത്രയാണെങ്കിലും വരാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ജസ്റ്റ് നമ്പർ പ്ലസ് ഫ്രീക്വൻസി ആണെങ്കിൽ അത് ഡിസ്ക്രീറ്റ് ആണ്. എന്നാൽ ക്ലാസും പ്ലസ് ഫ്രീക്വൻസി ആണെങ്കിൽ അതിനെന്ത് പറയുന്നു? നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് കേട്ടോ. അപ്പോൾ ഈ ഒരു സിമ്പിൾ മെത്തേഡിലൂടെ ഇതൊന്ന് ആലോചിച്ച് വെക്കുക. പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിച്ചാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവർക്കും കൊണ്ട് സാധിക്കട്ടെ. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജ്ബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.